എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോവയ്ക്ക കൊണ്ടുള്ള തോരനാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഉള്ളി സബോള ഒന്നുമില്ലെങ്കിലും വളരെ ടേസ്റ്റോടെ കഴിക്കാം. 1/2 കിലോ ഗോവയ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. അത് ഇതുപോലെ നടുകീറിയതിന് ശേഷം കനം കുറച്ച് അരിയുക. എല്ലാം അരിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 6-7 പച്ചമുളക് കീറിയത്, എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഇത്രയധികം പച്ചമുളക് എടുക്കുന്നത്. അല്ലെങ്കിൽ 2-3 പച്ചമുളക് മതിയാകും. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഇളക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. പച്ചമുളകിന് തീരെ എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണം മാറി പൊടികളൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗോവയ്ക്ക ചേർക്കുക. ഗോവയ്ക്ക ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഉപ്പ് പൊടി ചേർക്കുക. ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരെയും പാകമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. തീ സിമ്മിലിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി പാത്രം അടച്ച് വയ്ക്കുക. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പകുതിയോളം വേവായിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ഗോവയ്ക്ക വെന്ത് വരാൻ ഏകദേശം 20 മിനിറ്റ് വേണ്ടി വരും. ഇപ്പോൾ ഗോവയ്ക്ക ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഏകദേശം വെന്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നാളികേരം ചിരകിയത് ചേർക്കുക. നാളികേരം ചിരകിയത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഗോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എന്നാലും ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം, നാളികേരം ഒന്ന് പിടിക്കുന്നത് വരെ. തുറന്ന് നോക്കിയാൽ ഗോവയ്ക്ക തോരൻ നല്ല പാകത്തിനായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.